പുതിയ ജീവിതത്തിൽ ഹൃദയം നിറയെ നന്ദിയുമായി മാത്യു അച്ചാടൻ ലിസി ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് മുമ്പിലെത്തി. എയർ ആംബുലൻസ് ഉപയോഗപ്പെടുത്തി സംസ്ഥാനത്ത് ആദ്യമായി നടത്തിയ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. ഇതിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ മാത്യുവിനെ ആശുപത്രി അധികൃതർ ക്രിസ്മസ് ആശംസകൾക്കൊപ്പം സമ്മാനങ്ങളും നൽകി. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെയാണ് മാത്യു അച്ചാടനും കുടുംബവും തങ്ങൾക്ക് പൊതുജീവിതം നൽകിയ എറണാകുളം ലിസി ആശുപത്രി അധികൃതർക്ക് അരികിലെത്തിയത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ മേജർ ആർച്ച് ബിഷപ്പ് ഹൗസിലെത്തിയ മാത്യുവിനെയും കുടുംബത്തെയും കർദിനാൾ ജോർജ് ആലഞ്ചേരിയും ബിഷപ്പ് സെബാസ്റ്റ്യൻ എടയന്ത്രത്തും അതിരൂപത അധികൃതരും ചേർന്ന് സ്വീകരിച്ചു. പുതിയ ജീവിതത്തിലെ ആദ്യ ക്രിസ്മസ് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ് നൽകുന്നതെന്ന് മാത്യു അച്ചാടൻ പറഞ്ഞു. ഒരു രണ്ടാം ജന്മം. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. നാട്ടുകാരോട് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ട് സഹായിച്ച പ്രാർത്ഥനയാൽ എല്ലാവരോടും ഈ അവസരം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അവയവദാനത്തിന്റെ മഹത്വം വിളംബരം ചെയ്യുന്ന ഈ അവസരം ഹൃദയം ദാനം നൽകിയ നീലകണ്ഠ ശർമ്മയോടും കുടുംബത്തോടുമുള്ള ആദരവിന്റെ നിമിഷങ്ങളാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം പറഞ്ഞു. സ്വന്തം ഭർത്താവിൻ്റെ ഹൃദയം ആ ആഴമേറിയ ദുഃഖത്തിൽ പോലും നൽകാൻ തയ്യാറായ നീലകണ്ഠ ശർമ്മയുടെ ഭാര്യ, അദ്ദേഹത്തിൻ്റെ മക്കൾ, അവരെല്ലാവരെയും നമുക്ക് ഈ ക്രിസ്മസ് അവസരത്തിൽ നമ്മുടെ വിജയത്തോടൊപ്പം അനുസ്മരിക്കാം. ഒരു നാട് മുഴുവൻ പ്രാർത്ഥനയോടെ ഒപ്പം നിന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ വിജയത്തിന്റെ ഓർമ്മയ്ക്കായി ലിസി ആശുപത്രി 2016 100 ഹൃദയ ശസ്ത്രക്രിയകൾ സൗജന്യമായി ചെയ്യുമെന്ന് ആശുപത്രി രക്ഷാധികാരി കർദിനാൾ ജോർജ് ആലഞ്ചേരി പറഞ്ഞു. ശസ്ത്രക്രിയകൾ 100 എണ്ണം നിർവഹിക്കുന്നതിനുള്ള ഒരു അഭ്യർത്ഥന ആശുപത്രി സ്വീകരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനിയുള്ള ഒരു വർഷം കൊണ്ട് അത് സാധിക്കാൻ കഴിയില്ലെങ്കിൽ പല വർഷങ്ങൾ കൊണ്ടത് സാധിക്കുവാനുള്ള ഒരു താല്പര്യം. കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് ആശുപത്രി അധികൃതർ മാത്യു അച്ചാടനെയും കുടുംബത്തെയും യാത്രയാക്കിയത്. റിപ്പോർട്ടർ, കൊച്ചി.